ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളിപ്പോൾ കൈറ്റിൻ്റെ ക്ലാസ്സൊക്കെ കണ്ടു കഴിഞ്ഞു. പിന്നെ അതിൽ കാര്യങ്ങൾ ഡൗട്ടൊന്നും ആരും ചോദിച്ച് കണ്ടില്ല. ഞാൻ അതിനാണ് വെയിറ്റ് ചെയ്തത്. പക്ഷെ ആരും ഡൗട്ടൊന്നും ചോദിച്ചില്ല. അപ്പോൾ അതൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ അവിടെ വി ആർ ഡിസ്കസിങ് വൺ ഓഫ് ദി മെമ്പർ ഓഫ് സീക്വൻസ് ഫാമിലി, അങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അങ്ങനെ ക്ലിയർ ആയിട്ടുണ്ടാവും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറൈസസ് വാട്ട് ഈസ് എ സീക്വൻസ്, വാട്ട് യു മീൻ ബൈ എ സീക്വൻസ്. അത് നിങ്ങൾ ക്ലാസ്സുകളിൽ കണ്ടു. ദർ ഈസ് എൻ ഓർഡർ. അധ്യാപകൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദർ ഈസ് ഒരു താളമുണ്ട്. വൈ ദിസ് ചാപ്റ്റർ ഈസ് becomes the first chapter of your textbook? എവിടെ നോക്കിയാലും നമുക്ക് സീക്വൻസുകളും പാറ്റേണുകളൊക്കെ കാണാൻ പറ്റും. നിങ്ങളെ സറൗണ്ടിങ്സിൽ എവിടെ നോക്കിയാലും സീക്വൻസുകളും അതേപോലെ തന്നെ പാറ്റേണൊക്കെ കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അതിൻ്റെ മാത്സ് പഠിക്കുക എന്നുള്ളത് രസകരമായിരിക്കുള്ളൂ. അതിൻ്റെ ഒരു ചെറിയ മെമ്പറായിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാത്രം. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് എ സീക്വൻസ്? അതിൽ മെയിൻ കാര്യം സീക്വൻസിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദർ ഈസ് എൻ ഓർഡർ, അല്ലെങ്കിൽ നമുക്കതിനൊരു ഒരു താളം ഉണ്ടായിരിക്കണം ഒരു സീക്വൻസ്. നെക്സ്റ്റ് നമുക്ക് പറയാൻ പറ്റണം എവിടേക്കാണ് നമുക്കങ്ങനെ കാണാൻ പറ്റുന്നത്. എല്ലാ തലങ്ങളിലും. നിങ്ങളിപ്പോൾ എന്താ പറയുക, ട്രെയിനിന് പോകുന്നു. ട്രെയിനിൻ്റെ ആ പോകുന്നൊരു സൗണ്ട്, പാളത്തിലുണ്ടാക്കുന്ന സൗണ്ട്, അത് സീക്വൻസാണ്. നമ്മളറിയാതെ ആ ട്രെയിനിൻ്റെ താളത്തിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ സൗണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എന്താണ്? സീക്വൻസ് ആയതുകൊണ്ടാണ്. ദർ ഈസ് എ ലോ, ദർ ഈസ് എൻ ഓർഡർ. അപ്പം നെക്സ്റ്റ് തിങ് നമുക്ക് പറയാൻ പറ്റും. അതിപ്പോൾ മ്യൂസിക് ആയാലും തബല നിങ്ങൾ കേട്ടിട്ടില്ലേ? തബല അടിക്കുന്നത് കണ്ടിട്ടില്ലേ? ധാ ദിൻ ദിന്ന ധാ ദിൻ ദിന്ന ധാ ദിൻ ദിന്ന ധാ ദിൻ ദിന്ന. സീക്വൻസ്. അപ്പോൾ അത് താളം മാറ്റുമ്പോഴും ഒക്കെ തന്നെ നമുക്ക് ആ സീക്വൻസ് കാണാൻ പറ്റും. പാട്ടുകളിൽ അടുത്ത ലൈൻ അറിയില്ലെങ്കിലും നമ്മൾ പാടും. മാണിക്ക ശിവപ്പ് എന്താ കാര്യം? ദർ ഈസ് എ സീക്വൻസ്. അപ്പോൾ എവിടെ നോക്കിയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം സീക്വൻസുകൾ കാണാൻ പറ്റും. പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കുന്നത്, നിങ്ങളെ പേനയിലെ മഷി ഒഴിവാകുന്നത്, നിങ്ങൾ കണ്ടിന്യൂസ്ലി മഷി ഒഴിവാക്കാൻ വെച്ചാൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് എ സീക്വൻസ്. എന്തിന്? പട്ടീനെ കല്ലെടുത്ത് എറിയുമ്പോൾ ആ കല്ല് പോകുന്നത്, പട്ടി കരയുന്നത്, പട്ടി മോങ്ങുന്നത്, ഒക്കെ സീക്വൻസ് തന്നെയാണ്. അപ്പോൾ സീക്വൻസുകൾ എവിടെയും തപ്പി നടക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ചുറ്റുപാടും പരിശോധിച്ചാൽ തന്നെ മഴ പെയ്യുന്നത് ഒരു സീക്വൻസ് ആയിട്ടാണ്. അപ്പോൾ എന്തായാലും എവിടേക്ക് സീക്വൻസുകളുണ്ട്, എവിടെ ഓർഡർ ഉണ്ടോ, എവിടെ ലോ ഉണ്ടോ, അവിടെയൊക്കെ നമുക്ക് സീക്വൻസുകളെ കണ്ടെത്താൻ പറ്റും. അതിന് ആ ഫാമിലിയിലെ സീക്വൻസ് ഫാമിലിയിലെ ഒരു പ്രത്യേക ടൈപ്പാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ചാപ്റ്റർ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അരിത്തമെറ്റിക് സീക്വൻസ് എന്താണ്? അരിത്തമെറ്റിക് എന്ന വാക്ക്, ആ ഹെഡിങ് എങ്ങനെയാണ്? സീക്വൻസ് നമ്മൾ ക്ലിയറായി. ഇനി അരിത്തമെറ്റിക് എന്നുള്ള വാക്ക് എങ്ങനെയാണ് വരുന്നത്? അരിത്തമെറ്റിക് നമ്പർ വേണം. സോ ഇറ്റ് ഷുഡ് ബി എ നമ്പർ സീക്വൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഷുഡ് ബി എ നമ്പർ സീക്വൻസ്. അവിടെ നമ്മൾ പ്യുവർ മാത്സിലേക്ക് 1 2 3 4 5 ഞാൻ അങ്ങനെ എണ്ണിച്ചുമ്പോൾ നിങ്ങൾ അറിയാണ്ട് 6 പറയും. കാരണം ദർ ഇസ് എൻ ഓർഡർ. അപ്പോൾ അവിടെ അരിത്തമെറ്റിക് സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസിന് പല സീക്വൻസിനും പല നിയമങ്ങളായിരിക്കും, പല ഓർഡറായിരിക്കും. പല പാട്ടുകളും പല ഓർഡറിലല്ലേ, പല എന്താ പറയുക, അതിൻ്റെ പല്ലവി അനുപല്ലവിക്ക് വേറെ രീതിയിലായിരിക്കില്ല, വ്യത്യസ്തമായ പാട്ടുകളായിരിക്കും. ഇവിടെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന പാട്ടിന് ഒരു നിയമമായിരിക്കും. ആ നിയമം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ടേംസ് വിൽ ബി ഈക്വൽ. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ. ആ സീക്വൻസിൻ്റെ ഡിസ്റ്റൻസ് ഈക്വലായി.
അങ്ങനെയുള്ള സീക്വൻസുകളെയാണ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അതുകൂടാതെ എന്തായിരിക്കണം, അതിൽ ആൾക്കാർ നമ്പേഴ്സ് മാത്രമേ വരുള്ളൂ. ഇപ്പോൾ ഡിസ്റ്റൻസ് ഈക്വലാണ്. നിങ്ങളെ ഇപ്പോൾ വീട്ടിൽ പടിമേൽ ഇപ്പോൾ വെച്ചിട്ടുണ്ടാവും ചക്ക മാങ്ങ കൊണ്ടുവച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ സീക്വൻസ് കാണും. ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ കഴുത്തിലുള്ള മാലയിൽ മുത്തുകൾ, റെഡ് ബീഡ്സ്, ബ്ലൂ ബീഡ്സ്, റെഡ് ബീഡ്സ്, ബ്ലൂ ബീഡ്സ് അങ്ങനെ ഉണ്ടാവാം. ഡിസ്റ്റൻസ് ഒക്കെ ഈക്വൽ ആയിരിക്കും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എൻ അരിത്തമെറ്റിക് സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസ് ആവണമെങ്കിൽ ദി പാറ്റേൺ, ആ പാറ്റേണിൻ്റെ നമ്പറുകളാണ്, ആ സീക്വൻസിൻ്റെ നമ്പറുകളാണ് ഉണ്ടായിരിക്കേണ്ടത്. ആ നമ്പറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഇഷ്ടംപോലെ സാധനങ്ങൾ അതിൽ പഠിച്ചു. 2, 4, 6, 8 അതൊരു അരിത്തമെറ്റിക് സീക്വൻസാണ്. 1, 2, 3, 4 വേറെ അരിത്തമെറ്റിക് സീക്വൻസാണ്. 3, 5, 7 അങ്ങനെ പോകുന്നു. 5ൻ്റെ മൾട്ടിപ്പിൾ 5, 10, 15 അങ്ങനെ പോകുന്നത്. അപ്പോൾ അങ്ങനെ പല സീക്വൻസുകളും നമുക്ക് ഡിസ്റ്റൻസ് ഈക്വൽ ആക്കിക്കൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സീക്വൻസുകളെ പറയുന്നതാണ് അരിത്തമെറ്റിക് സീക്വൻസ്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയിരുന്നു. അപ്പോൾ ഈ സീക്വൻസിൻ്റെ ഫാമിലിയിൽ നിന്ന് നിങ്ങൾ അരിത്തമെറ്റിക് സീക്വൻസിനെ വേർതിരിച്ചെടുക്കുക എന്നുള്ളതാണ് ആ ചാപ്റ്ററിൻ്റെ ഫസ്റ്റിലുള്ള ഡ്യൂട്ടി. ഓക്കെ, അതേപോലെ ആ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് വരാനുള്ള കാരണവും നമ്മൾ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഈ പേനയുടെ ഒഴുക്ക്, സപ്പോസ് യു ആർ റൈറ്റ് ഇൻ ദിസ് പെൻ, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. വാട്ട് ഹാപ്പൻസ് ടു ദി ഇങ്ക് ഇൻസൈഡ് ദി പെൻ? ദി ലെവൽ ഓഫ് ഇങ്ക് റെഡ്യൂസസ്. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ റെഡ്യൂസ് ചെയ്യുന്നത് ഒരു ഓർഡറിലായിരിക്കും, അതിൻ്റെ ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ഇൻ അരിത്തമെറ്റിക് സീക്വൻസ്. കുറച്ച് കഴിഞ്ഞാൽ എവിടെ എത്തും നമുക്ക് പറയാൻ പറ്റും. പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കുന്നത് കൃത്യമായിട്ട് അങ്ങനെയാണല്ലോ ആ മീറ്ററൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സീക്വൻസിലാണ്. അങ്ങനെ ആലോചിച്ച് നിങ്ങൾക്ക് പല അരിത്തമെറ്റിക് സീക്വൻസിൽ വർക്ക് ചെയ്യുന്ന സാധനങ്ങൾ, അപ്പോൾ അതിനെയൊക്കെ നമ്പറിലേക്ക് മാറ്റുക. ഇപ്പോൾ പെട്രോൾ പമ്പിൽ പെട്രോൾ ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ 1 ലിറ്റർ, അടുത്ത ഇത്ര ടൈമിന് 2 ലിറ്റർ, അപ്പോൾ അടുത്തത് എത്രയായിരിക്കും 3 ലിറ്റർ, ആ ടൈമിൽ അതേ ടൈം ക്യാപ്പിൽ അടുത്തത് 3 ലിറ്റർ. ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. സോ അത് വെച്ചിട്ട് തന്നെയാണ് അതിൻ്റെ നമ്പർ നമ്മൾ കാണുന്നില്ലേ, നമ്പറൊക്കെ വർക്ക് ചെയ്യുന്നത്, മീറ്ററിലെ റീഡിംഗ് ഒക്കെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അരിത്തമെറ്റിക് സീക്വൻസ് പ്രാക്ടിക്കലായിട്ടുള്ള സാധനങ്ങൾ കുറേയുണ്ട്. നിങ്ങൾ അരിത്തമെറ്റിക് സീക്വൻസിനെ റിക്കഗ്നൈസ് ചെയ്യുക, അതിനെ തിരിച്ചറിയാനുള്ള വഴികൾ നോക്കുക. അപ്പോൾ അതിൽ കുറേ എക്സസൈസുകൾ തന്നിട്ടുണ്ട്. അപ്പം ഞാനിനി പറയുന്നത് നിങ്ങളുടെ ആ എക്സസൈസ് ഒക്കെ ഒന്ന് ചെയ്ത് കാണിക്കണം. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മളിപ്പോൾ ഇനി നമ്മുടെ ആ ചാപ്റ്ററിൻ്റെ എക്സസൈസുകളായിട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിൽ കാണാം, പിന്നെ കാണിച്ചു തരാം. അതുകൂടാതെ നമ്മുടെ വെബ്സൈറ്റിൽ, സ്കൂൾ വെബ്സൈറ്റിൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ നോട്ടുണ്ട്. ആ നോട്ട് മുഴുവൻ കൂടി എഴുതാൻ നിൽക്കേണ്ടത്. ഇപ്പം നിങ്ങൾ എഴുതേണ്ടത് കൈറ്റിൻ്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. കൈറ്റിൻ്റെ ക്ലാസ്സുകൾ നടക്കുന്നതിനനുസരിച്ചുള്ള നോട്ടുകൾ നിങ്ങൾ അതിൽ എഴുതുക. ആ നോട്ടുകൾ എഴുതിയിട്ടോ അവിടെ വെച്ചേക്കുക. നിങ്ങൾ ആരിപ്പോൾ നോക്കാനൊന്നും പോകുന്നില്ല. നിങ്ങളെ മനസ്സിന് സംതൃപ്തി തോന്നുന്ന രീതിയിൽ നിങ്ങൾ എഴുതുക, അവിടെ വെക്കുക. എന്നിട്ടോ എന്നാണോ നമ്മൾ തമ്മിൽ നേരിട്ട് കാണുന്നത് അന്ന് എനിക്ക് കാണിച്ചു. ഓക്കെ ആണല്ലോ. അപ്പം മടിയൻ മല ചുമക്കെന്ന് പറയുന്നത് പോലെ ഇപ്പോൾ കുറേ വർക്കുകൾ ഇങ്ങനെ ടീച്ചേഴ്സ് തരുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ എഴുതാമെന്ന് വെക്കാതെ ഇപ്പോൾ തന്നെ ആ ക്ലാസ്സുകൾ കഴിഞ്ഞതൊക്കെ ഇങ്ങനെ എഴുതുക. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ നോട്ട് നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്, ചാപ്റ്റർ 1 പറഞ്ഞു. അപ്പോൾ അതിലെ നോട്ടൊന്ന് എഴുതിയെടുക്കുക. അതുകൂടാതെ നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട്, ടെക്സ്റ്റ് ബുക്ക് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സും ഞാൻ തരാം. ഓക്കെ. അപ്പം ഇന്ന് ഭയങ്കര മഴ, ഈ വീഡിയോ തന്നെ സൗണ്ട് കിട്ടുമോയെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലാസ്സിലായാലും അങ്ങനെയല്ല, ഭയങ്കര മഴ ഉണ്ടെങ്കിൽ പറയില്ലേ ഇന്ന് വേണ്ട മാറ്റേ, ഭയങ്കര മഴ, തണുപ്പ്. ഇന്നത്തെ ദിവസമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ക്ലാസ് എടുക്കാൻ അനുവദിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ നിർത്തുകയാണ്. നാളെ നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിലെ കണക്കുകളൊക്കെ ഒന്നും കൂടി നിങ്ങൾ പഠിച്ചാണ്, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഒന്നുകൂടി പരിചയപ്പെടാം. എല്ലാവരും എല്ലാ കണക്കും ചെയ്തു എന്നൊന്ന് ഉറപ്പ് വരുത്തണ്ടേ. അപ്പോൾ അതിനുള്ള വർക്കുകൾ നമ്മളൊന്ന് തരാം. ഓക്കെ.